ഗാന്ധി ക്വിസ് പാർട്ട് 2. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? സി രാജഗോപാലാചാരി. സരോജിനി നായിഡുവിന് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജി. ഗാന്ധി രക്തസാക്ഷി ദിനം എന്ന് 1948 ജനുവരി 30. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച പത്രം ഏത്? ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാര്? വിൻസ്റ്റൺ ചർച്ചിൽ. ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നതാര്? ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര്? ഗോപാലകൃഷ്ണൻ ഗോഖലെ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജിയുടെ അപരനാമം എന്താണ്? ബാപ്പുജി. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെ? പയ്യന്നൂർ. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? 168 ദിവസം. ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന്. ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ ഗാനം ഏത്? രഘുപതി രാഘവ രാജാറാം. ബാപ്പു, മഹാത്മാ എന്നിങ്ങനെ ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത്? കീർത്തി മന്ദിർ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകാൻ കാരണക്കാരനായ വ്യവസായി? ദാദാ അബ്ദുള്ള. ഗാന്ധിജിയുടെ പത്നിയുടെ പേര്? കസ്തൂർബ ഗാന്ധി. ഗാന്ധിജിയുടെ ആത്മകഥ ഗുജറാത്തിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാരാണ്? മഹാദേവ് ദേശായി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആരാണ്? മഹാത്മാഗാന്ധി. ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്തിൻ്റെ പ്രചാരണാർത്ഥമായിരുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.